മൈക്രോടെക്കും റിപ്പോർട്ടർ ടിവിയും കൂടി ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എക്സ്പോയായ ദ കരിയർ ജേണിക്ക് തൃശൂർ ഹയാത്തിൽ തുടക്കമായി. കേരളത്തിലെ പ്രധാനപ്പെട്ട 10 ജില്ലകളിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ എക്സിബിഷൻ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധ നേടി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് എക്സ്പോയിൽ പങ്കെടുത്തത്. മൈക്രോടെക്കും റിപ്പോർട്ടർ ചാനലും കൂടി നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രദർശനമായ ദ കരിയർ ജേണിക്ക് ഇന്ന് തൃശൂർ ഹയാത്തിൽ വെച്ച് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 10 ജില്ലകളിൽ നടക്കുന്ന ഈ എഡ്യൂക്കേഷൻ എക്സിബിഷൻ ഇന്ന് ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. മൈക്രോടെക്കും റിപ്പോർട്ടർ ചാനലുമൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഈ എക്സിബിഷൻ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് തൃശ്ശൂർ ഹയാത്തിൽ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രീതിയിലുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ജനപങ്കാളിത്തം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി റിപ്പോർട്ടർ ചാനലും മൈക്രോടെക്കും കൂടി അവരുടെ ഭാവി എങ്ങനെ ആവണം എന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മൈക്രോടെക്കും റിപ്പോർട്ടർ ചാനലും ഒരു പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ ആ പദ്ധതി കേരളത്തിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് ഏകദേശം 12 മണിയാകുമ്പോഴേക്കും 1000-ൽ പരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇവിടെ വരികയും ഇവിടുത്തെ എല്ലാ സ്റ്റോളുകളും സന്ദർശിക്കുകയും കുട്ടികളും വിദ്യാർത്ഥികളുമൊക്കെ അവരുടെ ഭാവി എങ്ങനെ ആവണമെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന മേഖല ശരിയാണോ എന്ന് തിരിച്ചറിയാൻ സൈക്കോമെട്രിക് പരിശോധന പോലുള്ള സൗകര്യങ്ങളും കരിയർ ജേണി എഡ്യൂക്കേഷൻ എക്സ്പോയിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായി ഉപയോഗപ്പെടുത്താമെന്നതും ഈ എക്സ്പോയുടെ പ്രത്യേകതയാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനായി ശാസ്ത്രീയമായിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റ് ഈ കരിയർ ജേണിയിൽ വരുമ്പോൾ തികച്ചും സൗജന്യമായി കിട്ടുന്നു എന്നുള്ളത് ഈ എക്സിബിഷൻ സന്ദർശിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു കാര്യമായിരിക്കും. കാരണം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ റോങ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിരുചിക്കനുസരിച്ചല്ലാത്ത കോഴ്സുകളൊക്കെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയുടെ അഭിരുചി എന്താണോ അത് കണ്ടെത്താനായിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റ് ഇവിടെ സൗജന്യമായിട്ട് നൽകുന്നു എന്ന് മാത്രമല്ല, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ഈ സൈക്കോമെട്രിക് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിരുചി എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് അവരുടെ താല്പര്യപ്പെട്ട കോഴ്സുകളിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയൊരു അവസരമായിരിക്കും ദ കരിയർ ജേണിയിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. എക്സ്പോയിലൂടെ മികച്ച കരിയർ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ലഭിച്ചുവെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. എൻ്റെ മകന് +2 ആണ് അപ്പോൾ അവൻ്റെ ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മൈക്രോടെക്കും റിപ്പോർട്ടർ ചാനലും കൂടിയിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ഹയാത്ത് റീജൻസിൽ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് കൂടെ വന്നത്. ഈ ഒരു എക്സ്പോ കൊണ്ട് നമുക്ക് കുറേ ബെനിഫിറ്റായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ കുറേ മനസ്സിലായി. ആർക്കൊന്നും അറിയാണ്ട് വന്നവർക്ക് ഏതൊക്കെ എടുക്കണം എന്നൊക്കെ മനസ്സിലായി. പിന്നെ ഞാൻ എടുക്കുന്നത് ബിടെക്കാണ്, അപ്പോൾ അതിനെ കുറിച്ചിട്ടും കുറേ കോളേജസ് അതിനെ പറ്റിയിട്ടൊക്കെ കുറേ പറഞ്ഞു തന്നു. വിചാരിച്ചായിട്ട് കൂടുതലായിട്ട് എനിക്ക് കൂടുതൽ കോഴ്സുകളെ പറ്റിയും എനിക്കിനി എൻ്റെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറ്റിയൊക്കെ എനിക്കൊരു ഐഡിയ കിട്ടി. ഇവിടെ വന്നിട്ട് ഒരുപാട് കോഴ്സസിനെ പറ്റിയിട്ട് അറിയാൻ പറ്റി, കുറേ കൺഫ്യൂഷൻസ് മാറി കിട്ടി. മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കൗണ്ടറുകളും മറ്റുള്ള നല്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. അതിനെക്കുറിച്ച് ഇവിടെ ഒരുപാട് ഇപ്പോൾ മകളായിട്ട് കറങ്ങി എല്ലാ കൗണ്ടറുകളിൽ കയറി വിവരങ്ങളൊക്കെ അറിഞ്ഞു. വളരെ സന്തോഷം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു തന്നതിന്. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ കണ്ടു. അവർക്ക് കുറേ പേർക്ക് നമുക്കൊണ്ട് കഴിയാവുന്ന സജഷൻസ് കൊടുക്കാൻ പറ്റി. ഇങ്ങനൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലും ഇത്രയും സ്റ്റുഡൻസിനെയും ഇത്രയും ടീച്ചേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഇതൊന്ന് വന്നിട്ട് കാണണം. നമുക്ക് എല്ലായിടത്തും പോയിട്ട് ഫ്രീ സ്ട്രക്ചർ കോഴ്സസിനെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒറ്റ നിമിഷത്തിൽ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്ക് ചേരുന്ന കോഴ്സ് തിരഞ്ഞെടുക്കാനും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനും ഈ എക്സ്പോയിലൂടെ സാധിക്കട്ടെ എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. റിപ്പോർട്ടർ ചാനലും മൈക്രോടെക്കും ചേർന്ന് നടത്തുന്ന വിദ്യാഭ്യാസ മേളയുടെ ഭാഗമായി സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങളെക്കുറിച്ചും മികച്ച തൊഴിലവസരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള സാധ്യതകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ തൊഴിൽ ക്ഷമത
വലിയ രീതിയിൽ ഉയരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കും അതോടൊപ്പം അവരുടെ ജീവിതം ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അനുയോജ്യമായ തരത്തിലുള്ള തൊഴിലവസരങ്ങൾ മനസ്സിലാക്കാനും അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാനും ലഭ്യമാകുന്ന ഈ അവസരം നന്നായി ഉപയോഗിക്കുക. പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിക്കുന്നു.